ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം യൂട്യൂബിന് വേണ്ടി ചിലവഴിക്കും. പ്രത്യേകിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പെട്ടെന്ന് ബിസിനസ്സിൽ വർദ്ധിപ്പിക്കാനും യൂട്യൂബ് അതുപോലുള്ള മറ്റ് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് വളരെ ഫ്രീ ആയിക്കൊണ്ട് നമ്മൾ ഒരുപാട് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയും സാധിക്കും. ഒന്നാമതായി പറയുന്നത്, ഒരുപാട് ആൾക്കാരിലേക്ക് കൂടുതൽ വ്യൂസ് കിട്ടിയ ചാനലിന്റെ ഹാഷ്ടാഗുകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനല് വീഡിയോസിലേക്ക് ഇട്ടത് കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അതിന് സംബന്ധമായ ഹാഷ്ടാഗുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ ടൈറ്റില്, തംബ്നെയില്, ഡിസ്ക്രിപ്ഷൻ, അത് മൂന്നും ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് നല്ല വ്യൂസ് ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമതായി, നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോഗോ കാണിക്കാനോ അല്ലെങ്കിൽ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെയുള്ള ഒരുപാട് സംസാരം, ചില വീഡിയോസിൽ അവരുടെ ലോഗോയും മ്യൂസിക്കുകളുമായിട്ട് ഒരുപാട് സമയം, ഒരു 30-40 സെക്കൻഡ് അതിനുവേണ്ടി മാത്രം ചെലവഴിക്കുന്നത് കാണാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴുള്ള വീഡിയോസുകളിൽ ആവശ്യമേ ഇല്ല. പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ ആൾക്കാർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പണ്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഇപ്പോൾ അങ്ങനെയുള്ള വീഡിയോസുകൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് എന്താണോ പറയാനുള്ളത് അത് വളരെ സിമ്പിളായി പറയുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് വീഡിയോസ് ഡെയിലി ഇടണമെന്നില്ല. 1-2 വീഡിയോസ് ഒന്നും ദിവസം ഇട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇട്ടാൽ മതി. അതൊക്കെ ആൾക്കാർ കൂടുതൽ വ്യൂസ് കിട്ടാനൊന്ന് ഒരു ദിവസം തന്നെ ലോങ് വീഡിയോ 1-2 വീഡിയോസ് ആണ് കിട്ടി. ഇപ്പോൾ നല്ലൊരു വീഡിയോ, നല്ല വാല്യൂസ് കൊടുക്കുന്ന ഒരു വീഡിയോ, ഒരാഴ്ചയിൽ ഒരു വീഡിയോ അല്ല 2 വീഡിയോസ് ഇട്ടാൽ മതി. എന്നാൽ തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് കൂടുതൽ വ്യൂസ് ആണ് നമുക്ക് കിട്ടേണ്ടത്, കൂടുതൽ വീഡിയോസ് അല്ല. യൂട്യൂബ് നല്ല കാഴ്ചക്കാരുണ്ടോ എന്നാണ് നോക്കുന്നത്. നിങ്ങൾ എത്ര വീഡിയോ ഇടുന്നു എന്നല്ല, കൂടുതൽ കാഴ്ചക്കാർ, വ്യൂവേഴ്സ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടോ, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അവർക്ക് നല്ല കമന്റ് ഇടുന്നുണ്ടോ എന്നൊക്കെയാണ് യൂട്യൂബ് നോക്കുന്നത്. നിങ്ങൾ ഇടുന്ന വീഡിയോ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് ആ വീഡിയോ എത്തിക്കുകയും കൂടുതൽ വ്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതുമാണ്. പിന്നെ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. കണ്ടന്റ് നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ ദിവസം തന്നെ 30 ദിവസത്തേക്കുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല വാല്യൂസ് അതിലൂടെ കൊടുക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു സോളാർ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ സോളാർ ഉപയോഗിക്കുന്നതിനുള്ള ബെനിഫിറ്റുകൾ, അതിലുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ, അത് നല്ല നിലയിൽ കൂടുതൽ വർഷം ഉപയോഗിക്കാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കൂടുതൽ വാല്യൂസുകൾ നിങ്ങൾ കൊടുക്കുന്നതിലൂടെ കൂടുതൽ അവർക്ക് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ വ്യൂസുകൾ കിട്ടാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് കാരണമാകും. വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ലോങ് വീഡിയോസിനകത്തും കൂടുതലും നിങ്ങൾ ഷോർട്ട് വീഡിയോസുകളാണ് ഇടുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഷോർട്ട് വീഡിയോസുകളാണ് കാണുന്നത്. നിങ്ങളുടെ ലോങ് വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ ഷോർട്ട് വീഡിയോ ആക്കിയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ബാക്കി ഫുൾ വീഡിയോ കാണാൻ ഈ ലിങ്കിൽ കയറുക എന്ന് പറഞ്ഞാൽ ഫുൾ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കുക. ട്രെൻഡിങ് വീഡിയോന്റെ കൂടെ നിങ്ങൾ പോയിട്ട് കാര്യമില്ല. ട്രെൻഡിങ് വീഡിയോ ഒരൊറ്റ സമയം മാത്രമേ അത് വ്യൂസ് ഉണ്ടാവുകയുള്ളൂ, പിന്നീട് അതിന് നല്ല വ്യൂസ് ഉണ്ടാവുകയില്ല. നേരെ എല്ലായ്പ്പോഴും ആൾക്കാർ കാണാൻ പറ്റിയ വീഡിയോസ് ആണ് നിങ്ങൾ ഇടുന്നെങ്കിൽ അത് 5-6 കൊല്ലം കഴിഞ്ഞാലും അത് ആൾക്കാർ അതിന് കാണാനുണ്ടാവും. ട്രെൻഡിങ് വീഡിയോ ആണെങ്കിൽ ആ ഒറ്റ സമയത്ത് മാത്രമേ ആൾക്കാരുണ്ടാവൂ. പക്ഷെ നിങ്ങൾ ഒരു ഒറ്റ സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ആ വിഷയത്തിൽ ഇപ്പോൾ എന്താണ് ട്രെൻഡ് ആകുന്നത് അത് ഇടുന്നത് പ്രശ്നമില്ല. പക്ഷെ മറ്റ് വിഷയങ്ങളും പല വിഷയങ്ങളും, ഇപ്പോൾ നിങ്ങളുടെ ഒരു കൃഷി സംബന്ധമായ വീഡിയോ ആണെങ്കിൽ സ്പോർട്സിൽ എന്താണ് ട്രെൻഡ് അത് നിങ്ങൾ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ നിശ് ഏതാണ് സബ്ജക്റ്റ്, അതിലുള്ള ട്രെൻഡിങ് വീഡിയോസ് മാത്രം ഇടുക. നിങ്ങളുടെ ചാനലിന് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം ഇടുക. മാക്സിമം വാല്യൂസ് കൊടുക്കുക. എന്നാൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ വ്യൂസ് കിട്ടാനും കൂടുതൽ അൽഗോരിതം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കാരണമാകും. ചിലരൊക്കെ ചെയ്യുന്നത് യൂട്യൂബ് അൽഗോരിതം എങ്ങനെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോസുകൾ ഒരുപാട് കാണും.
പക്ഷെ അവർക്ക് എങ്ങനെയാണോ അത് ഉപകാരപ്പെട്ടത് അതാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അൽഗോരിതം കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങളുടെ വ്യൂസ് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് അതിൽ കൂടുതൽ വാല്യൂസ് കൊടുത്താലാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുക. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന അൽഗോരിതത്തിലേക്ക് പോയാൽ കൂടുതൽ വ്യൂസ് കിട്ടാൻ സാധ്യതയില്ല. അത് അവർക്ക് ഇങ്ങനെ കിട്ടത് അതിനെ കുറിച്ചായിരിക്കും അവർ പറയുന്നത്. നിങ്ങൾക്ക് കമന്റ് വരുന്ന വിഷയങ്ങളുമായിട്ട് നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെക്കുറിച്ചും പറയുന്നതിലൂടെ നിങ്ങൾക്കുള്ള വ്യൂവേഴ്സിനെ കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് വാല്യൂസ് എത്ര കൊടുക്കാൻ പറ്റും അത്രയും വാല്യൂസ് കൊടുക്കുക. അതിലൂടെ കൂടുതൽ വ്യൂസിനും സബ്സ്ക്രൈബ്സിനും ലൈക്ക് കമന്റ് എല്ലാം വർദ്ധിപ്പിക്കാൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അടുത്ത വീഡിയോയിൽ എങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ വ്യൂവേഴ്സിനെ ഫസ്റ്റ് ഒരു 30 സെക്കൻഡിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളെ പറ്റി പറയാം.